നഴ്സിംഗിന് ഗേൾസ് ഓൺലി ക്യാമ്പസ് ചൂസ് ചെയ്യാനിരിക്കുന്ന പേരൻസിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ കോളേജ് വിസിറ്റ്. നമ്മളിന്ന് നിൽക്കുന്നത് ശ്രീ രാഘവേന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗ് മധുഗിരിയിലാണ്. മെഡിക്കൽ കോഴ്സിന് ആവശ്യമായ എല്ലാ അപ്രൂവൽസും നമ്മുടെ ക്യാമ്പസിന് നിലവിലുണ്ട്. അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെയും അതുകൂടാതെ തന്നെ കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെ എല്ലാവിധമായ അഫിലിയേഷൻസും നമ്മുടെ ക്യാമ്പസിന് നിലവിലുണ്ട്. ഇതുകൂടാതെ ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കർണാടക സ്റ്റേറ്റിൽ തുംകൂർ ഡിസ്ട്രിക്റ്റിൽ മധുഗിരിയിലാണ് നമ്മുടെ ഈ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ്. ഏറ്റവും അധികം മലയാളി കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ മലയാളി കൂടിയായ നമ്മുടെ കവിത മേഡമാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ രാഘവേന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ പ്രിൻസിപ്പൽ കവിത മേഡമാണ്. നമുക്ക് മേഡത്തെ പരിചയപ്പെടാം. ഹായ്, ഐ എം കവിത, പ്രിൻസിപ്പൽ ശ്രീ രാഘവേന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗ്. ഞാനൊരു 16 വർഷമായിട്ട് ഈ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എന്ന് പറഞ്ഞെങ്കിൽ BSc നഴ്സിംഗ്, MSc, PCBSc, GNM, പാരാമെഡിക്കൽ കോഴ്സസ് ആണ് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് മലയാളീസ് ആണ്. നമ്മുടെ പാരന്റ് ഹോസ്പിറ്റലാണ് ഇവർക്ക് വേണ്ട ക്ലിനിക്കൽ ഫെസിലിറ്റീസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ശ്രീ രാഘവേന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗിലെ കുറച്ച് മലയാളി കുട്ടികളെ നമുക്ക് പരിചയപ്പെടാം. മോളെ പേരെന്താ? എന്റെ പേര് വിനി എലിസബത്ത്. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഇവിടുത്തെ അക്കാഡമിക്സ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ലതാണ്. ഇവിടെ നല്ലതായിട്ട് ഞങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ നല്ല രീതിയിലുള്ള ടീച്ചേഴ്സ് എല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രാക്ടിക്കൽ ആണെങ്കിലും ഞങ്ങൾക്ക് ഓൺ ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് പ്രാക്ടിക്കലും കാര്യങ്ങളും ശ്രീ രാഘവേന്ദ്ര ഹോസ്പിറ്റൽ ഓൺ ഹോസ്പിറ്റലുണ്ട് കോളേജിന്. അതെ, ഓക്കെ. പിന്നെ ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട് മക്കളെ? ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എല്ലാം നല്ലതാണ്. ബസ്സിൽ വർക്ക് ചെയ്യുന്നത് അങ്കിളും ആന്റി മലയാളീസ് ആണ്, ഇടുക്കിക്കാരാണ്. ഇടുക്കി എന്നുള്ളത്. അപ്പം കേരള ഫുഡ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ. റൂമിലൊക്കെ എത്ര പേരുണ്ട്? റൂമിൽ ഞങ്ങൾ 4 പേരുണ്ട് അല്ലേ? നിങ്ങളെല്ലാവരും കേരളത്തിൽ നിന്ന് മലയാളികളാണ്. എല്ലാവരും കേരളത്തിന്റെ പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്ന കുട്ടികളാണ്. നമ്മൾ പിന്നെ നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങളെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയാ? ഞങ്ങൾ മജസ്റ്റിക്ക് വന്നിട്ട് അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ഫ്രീക്വന്റ്ലി ബസ് അവൈലബിൾ ആണ് അല്ലേ? തുംകൂറോട്ട് ട്രെയിനും അവൈലബിൾ ആണ്. അപ്പോൾ ക്യാമ്പസിലേക്ക് എത്തിച്ചേരുന്നത് വളരെ ഈസിയാണ്. മജസ്റ്റിക്കിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് ബസ് അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ട്രെയിൻ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. നമ്മുടെ ക്യാമ്പസിലെ ഏറ്റവും അധികം കുട്ടികൾ മലയാളി കുട്ടികളായതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷത്തിലധികമായി നമ്മുടെ ക്യാമ്പസിൻ്റെ പ്രിൻസിപ്പൽ മലയാളി കൂടിയായ കവിത മേഡമാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ക്യാമ്പസിൻ്റെ ഹോസ്റ്റൽ വാർഡൻ, അതുപോലെ തന്നെ ഹോസ്റ്റൽ മെസ് ഫെസിലിറ്റി, ഇതെല്ലാം മലയാളികളാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അക്കാഡമിക്സിന് ആവശ്യമായ എല്ലാവിധമായ ലാബ് ഫെസിലിറ്റീസും, അതായത് ഇപ്പം മൈക്രോബയോളജി ലാബ്, ന്യൂട്രീഷൻ ലാബ്, അങ്ങനെ എല്ലാവിധമായ ലാബ് ഫെസിലിറ്റീസും നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. നമ്മുടെ കോളേജിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ശ്രീ രാഘവേന്ദ്ര ഹോസ്പിറ്റൽ. അതായത് ശ്രീ രാഘവേന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ ഓൺ ഹോസ്പിറ്റലായ ശ്രീ രാഘവേന്ദ്ര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നമ്മുടെ കുട്ടികൾക്കുള്ള പ്രാക്ടിക്കൽസും ക്ലിനിക്കൽസും എല്ലാവിധ സംവിധാനങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അക്കാഡമിക് ഇയറിലെ അഡ്മിഷൻസ് സ്റ്റാർട്ടായിരിക്കുകയാണ്. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.